സ്നേഹാമിസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ നമ്മൾ ഹിന്ദി പഠിച്ചിട്ട് കുറച്ച് കാലമായല്ലേ, നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ക്രിസ്മസ് എക്സാം ആണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ള എക്സാം എന്ന് പറയുന്നത്. ഓണം എക്സാം ഒക്കെ എന്തായി, നമ്മൾ ഫുള്ള് സൂപ്പറായിട്ട് എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ സൂപ്പറായിട്ട് എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിലും സാരമില്ല, ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പിടിക്കാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ജബ് ഹം ധീരെ ചൽത്തെ ഹേ എന്ന് പറയുന്ന പാഠമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മക്കൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ ഏതാണ്, ഇനി അങ്ങോട്ട് തുടങ്ങുന്ന ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് ഓണം എക്സാം എന്ന് വരാറുണ്ട്, പക്ഷെ വളരെ എന്താണ്, ഹിന്ദിയുടെ കേസിൽ കുറച്ച് മാത്രമേ ചോദിക്കാറുള്ളൂ നമുക്ക്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഇനിയാണ് വരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പേ എന്താണ് ഈ സംഭവം എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ തരാം. നോക്കിക്കേ, എന്താണ് ഇതൊരു യാത്രാ വിവരണമായിരുന്നു അല്ലേ. ജബ് ഹം ധീരെ ചൽത്തെ ഹേ, ഞങ്ങൾ എന്താ മെല്ലെ നടക്കുന്ന സമയത്ത് എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലേ. ഞങ്ങൾ മെല്ലെ നടക്കുമ്പോൾ, മെല്ലെ നടന്നുകൊണ്ട് നമ്മുടെ അലൻ ഷാ ഏതോ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിലെ കുറച്ച് ഭാഗങ്ങൾ, ഇറ്റലിയിലെ ഒരു പ്രത്യേക ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിനെ കുറിച്ചുള്ള യാത്രാ വിവരണമായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ യാത്രാ വിവരണങ്ങൾ എന്ന് പറയുന്നത് ഒരു കഥ പോലെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കഥ പോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്, കുറച്ച് പിക്ചേഴ്സും കൂടി ഉണ്ട്. അതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അലൻ ഷാ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെ. അദ്ദേഹം കുറെ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പിക്ചേഴ്സിനനുസരിച്ച് ഓരോ സ്ഥലത്ത് പോകുന്നു. ഇപ്പം എന്താണ്, ഒരു സ്ഥലത്ത് പോകുന്നു, കുറച്ച് ബിൽഡിങ്സ് കാണുന്നു. ആ ബിൽഡിംഗ് എന്ത് ചെയ്യുന്നു, നമ്മുടെ അലൻ ഷാ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കുറച്ച് എഴുതുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക ടൈപ്പ് ആ ഒരു യാത്രാ വിവരണമായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഈ മനുഷ്യൻ സൂപ്പർ മനുഷ്യനാണ് അല്ലേ, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ യാത്രാ വിവരണമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ നിന്നും നമുക്ക് പാഠഭാഗത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മക്കൾ കണ്ടിട്ടുണ്ടാവും, ലാസ്റ്റ് സ്ലോട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ത് വരാ, നമ്മുടെ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ പേടിക്കണ്ട, എങ്ങനെ എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിത് ഈ ഒരു വീഡിയോയിലൂടെ പറയാം. നോക്കണേ, എന്താണ് ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മക്കൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ബോക്സിൽ തന്നിട്ടുള്ള കാര്യം എന്താണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നിട്ട് ഈ ബോക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്, ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കണേ. ഉസ് ദിൻ കെ, അതായത് ഈ ഒരു തന്നിട്ടുള്ള ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ, തന്നിട്ടുള്ള ഭാഗം മിസ് എന്ത് ചെയ്യും, ഡയറിയിൽ വായിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഭാഗമാണ്. ആ ഒരു ദിവസത്തിലെ അപ്പനെ പെർഫോമൻസ് കെ ബാരമേ, തന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് കത്രീന എന്ത് ചെയ്തു, അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാത്രീന എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. നമ്മുടെ കത്രീന അപ്പനി ഡയറി മേ ലിഖ്തിയേ, തന്റെ ഡയറി എഴുതാണ് അല്ലെ. അപ്പൊ കത്രീനയുടെ എന്താണ്, ആ ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാതറീന എന്ന് നമുക്ക് പറയാം, കത്രീന എന്ന് നമുക്ക് പറയാം. നമുക്ക് കാതറീന എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പൊ എന്താണ്, നമ്മുടെ കാത്രീനയുടെ എന്താണ് ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഏതാണ് ദിവസം എന്നുള്ളത് ഈ ബോക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം എന്താണ്, ഡയറിയുടെ ഫോർമാറ്റും പിന്നെ ഇത് വായിച്ചിട്ട് ഒരു ഏകദേശം ഐഡിയ മക്കൾക്ക് ഉണ്ടെങ്കിൽ എന്തായി, ഫുൾ മാർക്ക്. അതായത് ഡയറി നമുക്ക് 4 മാർക്കിനാണ് വരിക. ആ 4ൽ 4 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മതി. അപ്പൊ നോക്കാം, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡയറി എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ഡയറി വരുന്നുണ്ടാവുക. ഡയറി എഴുതുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മക്കൾക്ക് അറിയാവുന്നതാണ്. ഡേറ്റ് നിർബന്ധമാണ്. എന്ത് വേണം, ഡേറ്റ് നമുക്ക് നിർബന്ധമാണ്. പിന്നെ എന്ത് എഴുതണം, ഡേ എഴുതണം. ഡേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം, സോമവാർ, ശുക്രവാർ, മംഗൾവാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം, ഇഷ്ടമുള്ളത് എഴുതാം. ടൈം എഴുതേണ്ടവർക്ക് ടൈം എഴുതാം. മിസ് ഇവിടെ ടൈം എഴുതിയിട്ടില്ല, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് സിലബസ് പ്രകാരം, അപ്ഡേറ്റഡ് ഡയറിയുടെ ഇത് പ്രകാരം എന്താണ്, ടൈമും കൂടി ഓരോരുത്തർ എഴുതാറുണ്ട്. അപ്പൊ നമുക്ക് വേഗം ഒന്ന് എഴുതാം. എന്താണ്, നമ്മുടെ രാത്രി എത്ര മണിക്ക്, ഒരു 9 മണിക്ക് ആയിക്കോട്ടെ നമ്മുടെ കാത്രീന എന്ത് ചെയ്യുന്നത്, ഡയറി എഴുതുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എഴുതുന്നു എന്താണ്, രാത് 9 ബജെ, 9 മണി എന്നാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേട്ടോ, 10 മണി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതാക്കാം. രാത്രി ആയിരിക്കണേ, രാവിലെ ഒന്നും എന്തായാലും ആരും ഡയറി എഴുതത്തില്ലല്ലോ, രാത് എന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കുറച്ച് മാർക്കൊക്കെ സെറ്റായി. ഇനി നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഡയറി. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് മക്കൾക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. അത് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡയറി പഠിക്കേണ്ടത്. പിന്നെ ഡയറിയുടെ ഫോർമാറ്റ് മക്കൾ പഠിച്ചു വെച്ചോളാം.
നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വന്നാലും ഡയറി എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫോർമാറ്റ് നിർബന്ധമായിട്ടും മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഫോർമാറ്റ് മിസ് എന്താ ഉദ്ദേശിച്ചത്? രാവിലെ നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം എനിക്ക് എന്താണ് മറക്കാൻ പറ്റാത്ത ദിവസമാണെന്നു, ഇന്നെന്താണ് സുഖമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് സങ്കടമാണ് എന്നുള്ള കാര്യങ്ങൾ എഴുതുക. ലാസ്റ്റിലോട്ട് എന്ത് എഴുതുക? ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇതാണ് നമ്മുടെ ഹിന്ദിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്, ഡേ, ടൈം. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലാക്കി ഒരു ബോക്സിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബാക്കി നമുക്ക് എവിടുന്ന് എഴുതാൻ പറ്റും? ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് വെച്ചാൽ ഇതിൽ തന്നെ പകുതി ഭാഗങ്ങളുണ്ട്. അതെന്ത് ചെയ്യുക? അതൊന്ന് കുറച്ച് മാറ്റം വരുത്തി എഴുതിയാൽ തന്നെ മതി. ഓക്കെ, അതെങ്ങനെ എഴുതുമെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കണേ. आज का दिन, ഇന്നത്തെ ദിവസം, एक അവിസ്മരണീയ दिन था. അവിസ്മരണീയ മീൻസ് എന്താണ്? അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള, മറക്കാൻ പറ്റാത്ത എന്നുള്ള അർത്ഥമാണ്. മക്കൾ എന്തായാലും ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡയറി തുടങ്ങുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഓക്കെ, ഇത്തനീ ഖുഷി, ഇത്രയും സന്തോഷം. നമുക്കറിയാം എന്താണ് അതിൽ യാത്രകൾ പോകുന്നതായിരുന്നു നമ്മുടെ എന്താണ് നമ്മുടെ കാത്രീനയും പിന്നെന്താണ് നമ്മുടെ ഈ ഒരു അലൻഷായും ഒരുപാട് ആളുകളിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്താണ് ആ യാത്ര പോകുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ യാത്രയിൽ അവരെന്ത് ചെയ്യും? പെർഫോമൻസ് നടത്തും, പാട്ട് പാടും, ഡാൻസ് കളിക്കും, ചിത്രം വരയ്ക്കും, അങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്യും അല്ലെ. അതായത് നമ്മുടെ എന്തെന്ന് പറയുന്നത് യാത്രാ വിവരണം എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസം എന്ത് പറ്റി? നമ്മുടെ ഈ കാത്രീനയ്ക്ക് ശരിക്കും പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം എന്തായി? അത് ശരിയായി, സൂപ്പറായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. വേറെ ഒരുപാട് ആളുകൾ അവർ കണ്ടുമുട്ടി. അവരൊക്കെ സൂപ്പറായിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ജനങ്ങൾക്കും സന്തോഷമായി. അപ്പൊ അന്നേ ദിവസത്തെ ഡയറിയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് എന്താണ്? ആജ് കാ ദിൻ ഏക് അവിസ്മരണീയ ദിൻ താ, മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. അപ്പൊ ഈ ഒരു കഥ വെച്ചിട്ട് മക്കൾക്ക് അറിയാം എന്താണ് അന്ന് സന്തോഷമായിരിക്കും ആർക്ക് ഉണ്ടായിട്ടുണ്ടാവുക? നമ്മുടെ കാത്രീനയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നു? നോക്കിക്കേ, ഇത്തനീ ഖുഷി, ഇത്രയും സന്തോഷം. മിസ് പറയുന്ന മലയാളം അർത്ഥങ്ങളും കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. കാരണം എന്താണ്? നമുക്ക് മലയാളം അർത്ഥം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ ഈ ഒരു പാഠഭാഗം നന്നായിട്ട് ഉള്ളോട്ട് പരീക്ഷ വരുന്ന സമയത്ത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തനി ഖുഷി എന്ന് വെച്ചാൽ എന്താണ്? ഹാപ്പിനെസ്, സന്തോഷം എന്നുള്ള അർത്ഥം കേട്ടോ. ജിന്ദഗി മീൻസ് എന്താണ്? ലൈഫിൽ പെഹലി ബാർ, ഫസ്റ്റ് ടൈം ആണ് ആയിയേ വന്നിട്ടുള്ളത്. ഇത്രയും സന്തോഷം എനിക്ക് ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത്. വെറുതെ തള്ളി വിടണം നമ്മൾ. ചിലപ്പം കുറെ സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതണം, സന്തോഷമാണ് കേട്ടോ. ഓക്കെ, നോക്ക് എന്താണ് ഇനി? ഹമാറാ പിച്ച്ലാ പെർഫോമൻസ് അച്ഛാ നഹി ഹുവാ താ. ഞങ്ങളുടെ പിച്ചല പെർഫോമൻസ് വെച്ചെന്നാണ് കഴിഞ്ഞ ദിവസത്തെ, പിച്ചല കഴിഞ്ഞ എന്നുള്ള അർത്ഥമാണ്. പെർഫോമൻസ് നമ്മുടെ ഇംഗ്ലീഷിലെ പെർഫോമൻസ് എന്ന് എഴുതിയേക്കുന്നതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അച്ഛാ നഹി ഹുവ, നല്ലതായിരുന്നില്ല. ഇനി മിസ് ഒരു കാര്യം കാണിച്ചു തരാവേ. നോക്കണേ, നോക്കിയേ, നമുക്ക് ബോക്സിൽ തന്ന ഭാഗം നോക്കിക്കേ. ഹമാറാ പിച്ച്ല പെർഫോമൻസ് അച്ഛാ നഹി ഹുവാ താ. കണ്ടോ? ഇതാണ് മിസ് പറഞ്ഞത്. ബോക്സ് തന്നെ എന്തായി? നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതിലെ കുറച്ച് പോയിന്റ്സ് എന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡയറിയിലോട്ട് എടുത്ത് എഴുതുക. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പൊ നോക്കിക്കേ, അടുത്തത് എന്താ പറയുന്നത്? ഇസ്ലിയെ ആജ് കാ പെർഫോമൻസ് ശുരു കർനെ സെ പെഹലെ ഹം സബ് ബഹുത് തനാവ് മേ തെ. ഇതൊക്കെ നമ്മുടെ ആ ബോക്സിലുണ്ട് കേട്ടോ. ആ ബോക്സിലുണ്ട്. കുറച്ച് വ്യത്യാസം മിസ് വരുത്തിയിട്ടുള്ളൂ. കുറച്ച് പോയിന്റ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ മക്കള് പഠിക്കുന്ന സമയത്ത് ഇതും ഈ ഡയറിയും പിന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും ഒരുമിച്ച് വെച്ചിട്ട് നോക്കട്ടോ, വായിക്കുക. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. നോക്കുക, ഇസ്ലിയെ ആജ് കാ പെർഫോമൻസ്, ഇന്നത്തെ പെർഫോമൻസ് ശുരു കർനെ സെ പെഹലെ. ശുരു കർനെ സെ പെഹലെ എന്താണ്? ആരംഭിക്കുന്നതിന് കേട്ടോ. എന്താണ്? ആരംഭിക്കുന്നതിന് മുൻപ് എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? ബഹുത് തനാവ് മേത്തെ, ഞങ്ങൾ കുറെ ടെൻഷൻ, ഇന്നലത്തെ പെർഫോമൻസ് കോളാക്കി കൈ കൊടുത്തു. അതുകൊണ്ട് ഇന്ന് എന്തുണ്ടാവും? നമുക്കൊരു തനാവ് ഉണ്ടാവും. തനാവ് മീൻസ് എന്താണ്? ടെൻഷൻ എന്നുള്ള അർത്ഥം കേട്ടോ. ടെൻഷനാണ് നമ്മൾ തനാവ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ടെൻഷനിലായിരുന്നു എന്ന് പറയാണ് നമ്മുടെ ഡയറിയിൽ. ലേക്കിൻ പക്ഷേ ആ ജേസേഹി, ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി. അതായത് കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ പ്ലേസിന്റെ പേരാണ് കേട്ടോ. കുർദിസ്ഥാനിൽ നിന്നും അഷ്തിയും, പേര് നോക്കണേ, കുർദിസ്ഥാനിൽ നിന്നും അഷ്തിയും ഇറാനിൽ നിന്നും ആരും വന്നിട്ടുണ്ടായിരുന്നു? മെഹദിയും വന്നിട്ടുണ്ടായിരുന്നു. നോക്കണേ, കുർദിസ്ഥാൻ കി അഷ്തി और ईरान में मेहदी साज बजाते हुए गाना शुरू किया. साज बजाना ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക എന്നുള്ള അർത്ഥം. അവരെന്തോ എന്താണ്? അവരും കലാകാരന്മാരാണ്. അപ്പൊ കുർദിസ്ഥാനിൽ നിന്ന് ഇറാനിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. അവര് എന്ത് ചെയ്തു? കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചു. എന്നിട്ട് ഗാന മീൻസ് എന്താണ്? പാട്ട് പാടാൻ വേണ്ടിയിട്ട്
ശുരുക്കിയ മീൻസ് ആരംഭിച്ചു അല്ലെ. അപ്പൊ ഇവർ ഈ പാട്ട് പാടാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ എന്താണ് കാത്രീനിയും എന്ത് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്ന ഒരാൾ തന്നെയാണ് അല്ലെ. ഇവരും കൂടി ചേർന്നപ്പോ എന്തായി, നമ്മുടെ പെർഫോമൻസ് അടിപൊളിയായി കേട്ടോ. അപ്പൊ നോക്കി എന്താണ് ശുരുക്കിയ, ആരംഭിച്ചു. ഗാന ശുരുക്കിയ, പാട്ട് പാടാൻ ആരംഭിച്ചു. ഇവരെന്ത് ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് വായിച്ചു. നമ്മുടെ കാത്രീന എന്ത് ചെയ്തിട്ടുണ്ടാവും, പാട്ട് പാടിയിട്ടുണ്ടാവും. അപ്പം ഗാന ശുരുക്കിയ, പാട്ട് പാടാൻ തുടങ്ങി. तो सब मजे से उनके आस पास नाचने लगे. അപ്പൊ കണ്ടു നിന്നിരുന്ന നമ്മുടെ എന്ത് ഓഡിയൻസ് ഉണ്ട് അല്ലെ. അപ്പം സബ് മസേസെ, മസേസെ എന്നാണ് വളരെ സന്തോഷത്തോടെ, രസകരമായി എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. വളരെ സന്തോഷത്തോടെ അവരെന്ത് ചെയ്തു, ഉൻകെ ആസ്പാസ്, ആ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന നമ്മുടെ മെഹദിയുടെയും പിന്നെ ആരാണ് അഷ്തിയുടെയും ഒക്കെ ആസ്പാസ്, ആസ്പാസ് എന്ന് വെച്ചാൽ എന്താണ്, അടുത്ത് എന്നുള്ള അർത്ഥം കേട്ടോ. അടുത്ത് എന്ത് ചെയ്തു, നാച്ചനിലേക്ക്, ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങി. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ പെർഫോമൻസ് എന്തായി, ക്ലിക്കായി എന്നർത്ഥം അല്ലെ. അപ്പൊ നോക്കി എന്താണ്, ആജ് ഏക്ക് കലാകാർ കെ രൂപമേ. അപ്പൊ ഇതൊക്കെ ഇല്ലേ മിസ്, ഇത് ഇവിടെ വരെ എഴുതിയ സംഭവമില്ലേ, ഇതൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ ബോക്സിലുണ്ട്. ജസ്റ്റ് ഒന്ന് മക്കൾ എന്ത് ചെയ്യാ, വായിച്ചു നോക്കുക. ഇതൊക്കെ നമ്മുടെ ബോക്സിലുള്ള സംഭവമാണ്. ഇനി മിസ് പറയാൻ പോകുന്നത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത സംഭവം കേട്ടോ. നോക്കിക്കേ, ഇത് മാത്രം നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ആജ് ഏക്ക് കലാകാർ കെ രൂപമേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ഡയറിയിൽ എഴുതണം അല്ലെ. ഇന്ന് ഒരു കലാകാർ എന്ന രൂപത്തിൽ മേ എന്തായി, ജീത്ത് ഗയി ഹും, ഞാൻ ജയിച്ചിരിക്കുന്നു. കാരണം ഓഡിയൻസിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ കലാകാരന്മാരുടെ ആ ഒരു ആഗ്രഹം അല്ലെ. അവര് നന്നായിട്ട് സന്തോഷിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവും അല്ലെ. അപ്പൊ കലാകാർ എന്ന് പറയുന്ന രൂപത്തിൽ ഞാൻ എന്തായി, ജീത്ത് ഗയി, ജീത്ത് ഗയി എന്നാണ് ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാണ് അല്ലെ. ഈ യാത്ര ശുരു കിയെ കൈ ദിൻ ബീത്ത് ഗയേ ഹേ. ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് നോക്കണേ, ഈ യാത്ര ശുരു കിയെ, തുടങ്ങിയിട്ട് ആരംഭിച്ചിട്ട് കൈ ദിൻ ബീത്ത് ഗയേ ഹേ. ബീത്ത് ഗയേ എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്താണ്, സബ് അലഗ് അലഗ് ദേശവും സെ ആയേത്തെ. നമുക്കറിയാം എന്താണ്, നമ്മുടെ ഓരോരുത്തരും ഓരോ രാജ്യങ്ങളിൽ നിന്നും ദേശത്തിൽ നിന്നും വന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് കുറെ കാലമായി. എല്ലാവരും അലഗ് അലഗ്, അലഗ് അലഗ് എന്ന് വെച്ചാൽ വേറെ വേറെ എന്നുള്ള അർത്ഥം കേട്ടോ. വേറെ വേറെ ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ പെർഫോമൻസ് കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, നമ്മുടെ കാത്രീനയ്ക്ക് എന്തോന്ന് തോന്നുകയാണ്. നോക്കിക്ക് എന്താ തോന്നിയത്, ലേക്കിൻ ആജ് കെ പെർഫോമൻസ് കെ ബാദ്, ഇന്നത്തെ പെർഫോമൻസിന് ശേഷം, കെ ബാദ് എന്നാണ് ശേഷം, ऐसा लगता है, ഇങ്ങനെ തോന്നുന്നു. എങ്ങനെ തോന്നുന്നത്, ഹം സബ് കിസി ധാഗെ സെ ബാന്ധേ ഹുവേ ഹേ. ഞങ്ങൾ എല്ലാവരും ഏതോ ഒരു ധാഗെ മീൻസ് എന്താണ്, നൂലാണ് കേട്ടോ. നൂലിൽ ബാന്ധേ ഹുവേ ഹേ, കെട്ടിയിട്ട പോലെ അല്ലെങ്കിൽ കോർത്തിണക്കിയ പോലെ തോന്നുകയാണ്. ഈ ഡയലോഗ് എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ. ഞങ്ങൾ എല്ലാവരും ഒരു നൂലിൽ കോർത്തതുപോലെ ഉണ്ട് എന്നുള്ള ആ ഡയലോഗ് എന്ത് ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് വ്യത്യാസമായിട്ട് എഴുതി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്, ഒരു കലാകാരൻ എന്ന രൂപത്തിൽ എനിക്കുണ്ടായി, എനിക്കിപ്പോ സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരും അലഗ് അലഗ് ദേശിലെ ആളുകളാണ്, വേറെ വേറെ ദേശത്തിലെ ആളുകളാണ്. ബട്ട് ഇപ്പൊ എനിക്ക് എന്ത് തോന്നുന്നു, ഹം സബ്, നമ്മളെല്ലാവരും എന്താണ്, ഹം സബ് കിസി ധാഗി, ധാഗി മീൻസ് എന്താണ്, നൂലില് ബാന്ധേ, ഒരു കെട്ടിയിട്ട പോലെ കലാകാരന്മാരൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നി എന്ന് പറയാണ്. ലാസ്റ്റ് നമ്മുടെ ഡയറി ഇങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, മൻ കൽത്താ ഹേ, മനസ്സ് പറയുന്നു, യൂഹി, യൂഹി എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എന്ന് നമ്മൾ പറയാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെ തന്നെ എന്നുള്ളതിന് നമ്മൾ യൂഹി എന്ന് പറയാറുണ്ട്. അതൊന്ന് വാക്ക് പഠിച്ചു വെച്ചോളൂ കേട്ടോ. യൂഹി എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ, സാത്ത് ചൽത്തേ രഹേ, ഒരുമിച്ച്, ചൽത്തേ രഹേ, പോകാൻ വേണ്ടിയിട്ട് മനസ്സ് പറയാണ്. മൻ എന്ത് പറയാണ്, ഇങ്ങനെ തന്നെ യാത്ര ചെയ്ത് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട്. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, ഹമേഷ യാദ്ഗാർ രഹേഗ, യാദ്ഗാർ വെച്ചാണ് ഓർമ്മ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡയറി നിർത്തുന്നു അല്ലെ. അപ്പൊ മക്കളെ പേടിക്കേണ്ട, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട രീതിയാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. എന്ത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുത്ത് എഴുതുക. മെയിൻ ആയിട്ട് എവിടെ നിന്ന് എഴുതുക, നമ്മുടെ ബോക്സിൽ നിന്നും എഴുതാം. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. എക്സാമിന് നമുക്ക് ആരുടെ ഡയറി വേണമെങ്കിലും ചോദിക്കാൻ വേണ്ടി സാധ്യത ഉണ്ട്. അപ്പൊ ആരുടെയും ചോദിക്കട്ടെ, കുഴപ്പമില്ല. എന്റെ മക്കൾ എന്ത് ചെയ്യും, സൂപ്പറായിട്ട് എനിക്ക് എഴുതുമെന്ന് അറിയാം. അപ്പൊ നമ്മുടെ ഈ പാഠങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൽ ഓൾറെഡി, നമ്മൾ യോദ്ധ ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. ഈ ഡയറി മാത്രമാണോ ഈ പാഠത്തിൽ നിന്ന് വരിക, അല്ല, ഒരുപാട് വേറെയും ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ചിലപ്പോൾ ലെറ്റർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് തന്നെ വരും അല്ലെ. യാത്രാ വിവരണം ചിലപ്പോൾ സ്വന്തമായിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറയും. അപ്പം ഇതൊക്കെ
ഇതിന്റെ ഒക്കെ നോട്ട്സ് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബാച്ചിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ, യൂട്യൂബ് ക്ലാസ്സിൽ നമ്മൾ മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പാഠങ്ങൾ പ്രോപ്പർ ആക്കി നോട്ട്സ് ഒക്കെ സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാച്ചിൽ, യോധ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഇപ്പൊ കുറെ കലോത്സവം ഒക്കെ ആയിട്ട് മക്കൾ ബുദ്ധിമുട്ടിലായിരിക്കും, കുറെ പാഠങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, പാഠങ്ങളൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടാവും. അപ്പൊ നോട്ട്സ് ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും പേടിക്കേണ്ട, നമ്മുടെ യോധ ബാച്ചിൽ നമ്മൾ സൂപ്പർ ആയിട്ട് കൃത്യവും വ്യക്തവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാഠഭാഗങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാറായി. അപ്പൊ എന്ത് ചെയ്യണം, ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചോളാം. നമ്മുടെ വിദ്യാരംഭത്തിന്റെ ഓഫറൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, വേഗം ഒന്ന് ചേരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കേട്ടോ നമ്മുടെ ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം നമുക്ക് യോധ ബാച്ചിൽ വെച്ച് കാണാം. അപ്പം ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.